SDP സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം മാധ്യമങ്ങളോട് സംസാരിക്കുന്നു. തത്സമയം പ്രൈമറി വിവരങ്ങൾ മാത്രമാണ്. അത് മാത്രം വെച്ചുകൊണ്ട് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പോലത്തെ പാർട്ടിക്ക് നടത്തേണ്ട ബസ്സുകളെല്ലാം പൂർത്തിയാക്കാൻ പറ്റില്ല. താഴെ നിന്ന് എല്ലാ വിവരങ്ങളും വരണം. താഴെയുള്ള എല്ലാ കമ്മിറ്റികളും കൂടണം. അവിടെ റിവ്യൂ ഉണ്ടാകണം. അവരുടെ ഒരു തീരുമാനം വരണം. അതെല്ലാം കിട്ടിക്കഴിഞ്ഞിട്ട് ഫലപ്രദമായിട്ട് ആ ദൗത്യം ചെയ്യാൻ പറ്റും. അതുകൊണ്ട് കുറച്ചുകൂടെ കാത്തിരിക്കും. അതിപ്പോൾ കേരളത്തിലിപ്പം ആരും പ്രതീക്ഷിക്കാത്ത പരാജയം ഉണ്ടായി. അതൊരു പരാജയം തന്നെയാണ്. പരാജയത്തിന് ഞങ്ങൾ ഏതെങ്കിലും ഒരു വേറെ പേര് വിളിക്കാൻ താല്പര്യപ്പെടുന്നില്ല. ജനങ്ങൾ കാരണം എന്തായാലും ഞങ്ങൾ തൽക്കാലത്തേക്കെങ്കിലും കൈവിട്ടു. ഞാൻ പറയും, ഇടതുപക്ഷത്തോട് അവർ സ്നേഹപൂർവ്വം ഒരു മുന്നറിയിപ്പേകി. ഇടതുപക്ഷം തകർന്നു പോകട്ടെ എന്ന് കേരളം പറയില്ല. മുടിയട്ടെ LDF എന്നും പറയില്ല. ജനങ്ങളുടെ പ്രതീക്ഷക്കൊത്ത വിധം മുന്നോട്ട് പോകാൻ നിങ്ങൾക്കായിട്ടില്ല. നിങ്ങളുടെ ഭാഗത്ത് ചില പിഴവുകളുണ്ട്. നിങ്ങളാ പിഴവുകൾ നികത്തി കുറ്റങ്ങൾ തിരുത്തി മുന്നോട്ട് പോകാൻ സജ്ജമാകണം എന്ന് ജനങ്ങൾ പറഞ്ഞുവെന്നാണ് എനിക്ക് പറയുന്നത്. പ്രാഥമികമായിട്ട് ഇത് പ്രാഥമികം മാത്രമാണ്. അതങ്ങനെയാണ് ഞങ്ങൾ കാണുന്നത്. അതിനപ്പുറത്തതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും വരാതെ കൃത്യമായിട്ടെന്തെങ്കിലും പറയാൻ ഞാനും ഒരുക്കമല്ല. ഒരു ഘടകത്തിൽ ഇപ്പോൾ അത് കഴിയില്ല. ഒന്നുറപ്പാണ് ഞങ്ങൾക്ക്, ജനങ്ങളൊരു മുന്നറിയിപ്പ് ഏകിയാൽ അവഗണിക്കാൻ പാടില്ല. അതിനെ അത് ജനങ്ങളുടെ മുന്നറിയിപ്പാണ്. ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എന്തിനേക്കാളും വലുത് ജനങ്ങളാണ്, അവരുടെ മുന്നറിയിപ്പാണ്. ആ ഗൗരവത്തോടെ ഞങ്ങളതിനെ വിനയപൂർവം കാണണം, ഉൾക്കൊള്ളാൻ ശ്രമിക്കണം. അതിൻ്റെ പാഠങ്ങൾ പഠിക്കണം, തിരുത്തേണ്ടവരെ തിരുത്തണം, എന്നിട്ട് മുന്നോട്ട് പോകണം. മുന്നോട്ട് പോയേ പറ്റുള്ളൂ. ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ സംഭവ വികാസങ്ങളിൽ ഇടതുപക്ഷത്തിൻ്റെ സാന്നിധ്യം ഉണ്ടായേ തീരൂ. ഓരോ സാന്നിധ്യമല്ല, പർപ്പസ്ഫുള്ളായി പ്രവർത്തിക്കാൻ പറ്റിയ ലക്ഷ്യബോധമുള്ള ഇടപെടൽ ശേഷിയുള്ള പക്ഷമായി ഇടതുപക്ഷത്തിനെ മാത്രമേ പ്രതീക്ഷിക്കാനുള്ളൂ പാവങ്ങൾക്ക്. കാരണം നിരന്തരപേക്ഷതയും ജനാധിപത്യവും പൗരാവകാശങ്ങളും രാഷ്ട്രപരമാധികാരവും എല്ലാം വെല്ലുവിളിക്കപ്പെടുകയാണ്. അതിനെല്ലാം പണയം വയ്ക്കുന്ന, ഒറ്റുകൊടുക്കുന്ന, തുരങ്കം വയ്ക്കുന്ന ഗവൺമെൻറ്റാണ് കേന്ദ്രം ഭരിക്കുന്നത്. ആ ഗവൺമെൻറ്റും ഇതിനെ നയിക്കുന്ന RSSും ഏറ്റവും പിന്തുണപ്പനായിട്ടുള്ള സാമ്രാജ്യവാദത്തിൻ്റെ പുറകെ ഒരു വാലാട്ടിയെപ്പോലെ പോകുന്ന ഐഡിയോളജി അതിനുണ്ട്. ട്രംപിൻ്റെ വഴിക്കാണ് ഇന്ത്യയെ കൊണ്ടുപോകാൻ മോദിയുടെ ശ്രമം. യുദ്ധമാകട്ടെ, കൊള്ളകളാകട്ടെ, രാഷ്ട്രങ്ങളുടെ പരമാധികാരമാകട്ടെ, എല്ലാ വിഷയങ്ങളിലും സാമ്രാജ്യത്വവും ട്രംപും പറയുന്ന എല്ലാ കൽപ്പനകളെയും അനുസരിക്കുന്നൊരു ദാസനായി മോദി മാറിക്കഴിഞ്ഞു. ആ ചുറ്റുപാടിൽ ജനങ്ങൾക്ക് മേൽ പുതിയ പുതിയ ആക്രമണങ്ങളും മർദ്ദനങ്ങളും അടിച്ചമർത്തലും എല്ലാം ഉണ്ടാകുമെന്ന് വേണം കരുതാൻ. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്കൊപ്പം നിൽക്കാൻ, അവർക്ക് വേണ്ടി പോരടിക്കാൻ, ന്യൂനപക്ഷാവകാശങ്ങളെ ഉയർത്തിപ്പിടിക്കാൻ, ദളിതരെ, ആദിവാസികളെ, സ്ത്രീകളെ, ചെറുപ്പക്കാരെ, വിദ്യാർത്ഥികളെ എല്ലാം സംഘടിപ്പിക്കാനും അവരുടെ എല്ലാ അവകാശപാതയിൽ പോരാടാനും ഇവിടെ ഇന്നുള്ളതിനേക്കാളും ശക്തമായ ഇടതുപക്ഷം വേണമെന്ന് ഈ കാലം പറയുന്നുണ്ട്. നിങ്ങളത് കേൾക്കുന്നുണ്ട്. അതോടെ ഞങ്ങൾക്കറിയാം, പാഠങ്ങൾ പഠിച്ച് ഞങ്ങൾ തിരുത്തി ശക്തിപ്പെട്ടേ തീരും. ഞങ്ങൾക്കറിയാം, ഞങ്ങൾ ആ വഴിക്ക് നീങ്ങും. ഈ വാണിംഗ് നൽകി എന്ന് പറയുന്നതിൽ പാർട്ടി അണികളുണ്ട്. വൈക്കത്തെയും ചാത്തന്നൂരിലൊക്കെ തന്നെ രാജ്യത്തെ വളരെ ഗൗരവത്തോടുകൂടി അല്ല, വൈക്കത്തും ചാത്തന്നൂരും അടക്കം പല സ്ഥലങ്ങളിലും പരിശോധിക്കുമ്പോഴത്തേക്ക് ഞങ്ങളതും നോക്കണം. ഞങ്ങളുടെ തന്നെ ബന്ധുക്കൾ, ഞങ്ങളുടെ സഖാക്കൾ എന്ത് കാരണം കൊണ്ടായാലും
ഞങ്ങളെ വിട്ടുപോയിട്ടുണ്ടോ? ഒരിക്കലും ഇടതുപക്ഷം പരാജയപ്പെട്ടു കൂടാത്ത സ്ഥലങ്ങളുണ്ട് ചിലത്. അവിടെ അടക്കം പരാജയപ്പെട്ടു. അല്ലെങ്കിൽ ഇപ്പോൾ ഉണ്ടായ വല്ല പരാജയം ഉണ്ടാവില്ല. CPM പോലത്തെ പാർട്ടി അതൊരു പ്രധാനപ്പെട്ട പാർട്ടിയാണ് ഞങ്ങൾക്ക്. അതൊരു ഇടതുപക്ഷ പാർട്ടിയാണ്, ഞങ്ങളുടെ ഏറ്റവും അടുത്ത പാർട്ടിയാണത്. ആ പാർട്ടിയുടെ ചേരി വിട്ട് വലതുപക്ഷ ഭാഗത്തേക്ക് പോയ 3 പേർ ജയിച്ചിരിക്കുന്നു. ചെറിയ കാര്യമല്ല അത്. അതൊരു മുന്നറിയിപ്പാണ് ഞങ്ങൾക്ക്. അത് CPM മാത്രം. ഇപ്പോൾ ഞങ്ങളുടെ പാർട്ടിയിൽ നിന്ന് 2 പേര് BJP ചേർത്തിരിക്കുന്നു. CPI പറയുമ്പോൾ ഞങ്ങളുടെ വീഴ്ച ഞങ്ങൾ ചെറുതായി കാണില്ല, ഞങ്ങൾ കുറവുകളെ മൂടി വയ്ക്കില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിട്ട് BJPയിലേക്ക് പോയവരെ പറ്റി വിളിക്കാൻ വേറെ പേരില്ല. ആ പേര് വർഗ വഞ്ചകരെന്നാണ്. പക്ഷേ അങ്ങനെയുള്ളവർ ഞങ്ങളുടെ പാർട്ടിക്കകത്ത് ഉണ്ടായിട്ടുണ്ട്. അതേപ്പറ്റി ഞങ്ങൾ പഠിക്കണം. അതെല്ലാ പരാജയങ്ങൾക്ക് ഗൗരവമുണ്ട്. പക്ഷേ കമ്മ്യൂണിസ്റ്റുകാർക്ക് പരാജയത്തിന് മുമ്പ് നിൽക്കുമ്പോഴത്തേക്കും അതിൻ്റെ കാരണങ്ങൾ കണ്ടെത്താനും തിരുത്താനും മുന്നോട്ട് പോകാനും കടമയുണ്ട്. പക്ഷേ അവർ കളം വിട്ടൊഴിഞ്ഞു പോകാൻ പാടില്ല. ഭീരുക്കളെ പോലെ നിലവിളിക്കാൻ പാടില്ല. അവർ ശത്രുവിൻ്റെ വാദങ്ങൾ ഏറ്റുപിടിക്കാനും പാടില്ല. പ്രസ്ഥാനം തന്നെയാണ് ശരി, പ്രസ്ഥാനമാണ് ഭാവി. അതുകൊണ്ട് LDF അല്ലാതെ വേറൊരു പോകാൻ വഴിയില്ല. LDF ആണ് എല്ലാ തരത്തിലും ഇന്ത്യയുടെ ഭാവിക്ക് വേണ്ടി പടവെട്ടാനും ഇതിനെ നയിക്കാനുള്ള പ്രസ്ഥാനമെന്ന് നല്ല ബോധ്യം CPIക്കുണ്ട്. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം സംസാരിക്കുകയായിരുന്നു. CPI ദേശീയ കൗൺസിലിന് ശേഷം ഏതായാലും 5 സംസ്ഥാനങ്ങളിലെ നടന്ന തെരഞ്ഞെടുപ്പിന്റെ തിരിച്ചടികൾ CPI വിശദമായി തന്നെ പരിശോധിച്ചിട്ടുണ്ട്. കേരളത്തിലേത് പ്രത്യേകം എടുത്ത് പരിശോധിക്കും. പ്രസ്ഥാനമാണ് ശരി, പ്രസ്ഥാനമാണ് ഭാവി എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. LDFനൊപ്പം മുന്നോട്ട് പോകും. LDF പറഞ്ഞു വെച്ച കാര്യങ്ങളിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായി. 3 പേർ പുറത്തുപോയി. അവരെ വർഗവഞ്ചകരെന്ന് വിളിക്കണമെന്നാണ് നയം. പക്ഷേ ആ രീതിയിൽ മാറ്റങ്ങൾ വരുത്തുന്നില്ല. ഇനിയും മുന്നോട്ട് പോകും. തിരിച്ചടികൾ ഉണ്ടാകും. തിരിച്ചടികൾ പരിശോധിച്ച് തിരിച്ചു വരുമെന്നാണ് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞു വെക്കുന്നത്.